അല്ല ഈ തേങ്ങ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. എൻ്റെ തേങ്ങ അടിച്ചിട്ട് പിന്നെ പരിപാടി നീ നടക്കുവോ? അത് ഞാൻ കൊടുന്നേരാ കേട്ടാ. ഒരു കഷ്ണം പുട്ടടിയാണി. ഈ നാളെ തേങ്ങ കൊടുത്തില്ലെങ്കിലേ തേങ്ങ ഇല്ലാത്ത പുട്ടേക്കരട്ടാ. നല്ല കടുപ്പത്തിലൊരു ചായ അടിയാണ്. ഈ കടുപ്പം കുറച്ച് കണ്ടൊരു ചായ. അല്ല, ആ സ്വർണ്ണ കേസിലെ റഷീനെ വെറുതെ ഇട്ട് കേട്ടല്ലോ. അതിപ്പോ ഞാനും കേട്ട്. അപ്പൊ സത്യാന്ന് ആർക്കറിയാം? നിങ്ങളിപ്പോ അതിന്റെ സത്യാവസ്ഥ ഒക്കെ അറിഞ്ഞിട്ടാണ് ഇവിടെ ഒക്കെ വന്ന് പറഞ്ഞിന്റെ. ഒന്നുമില്ലാതെ ഇപ്പൊ മൂപ്പരെ പോലീസ് കൊണ്ടുപോകോ? മൂപ്പരെടുത്ത് തന്നെ സാധനം അവിടെ ആ പെരിഞ്ഞാനെ കിട്ടിയെന്നുള്ള പറഞ്ഞിട്ടത്. ആർക്കറിയാം അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്? ഒക്കെ ഇങ്ങനെ കേക്കലല്ലേ. സത്യം നമ്മക്കൊന്നും അറിയില്ലല്ലോ. ആ റഷിയായിരുന്നേ, നമുക്ക് നേരിട്ട് സത്യാവസ്ഥ ചോദിച്ചാരല്ല. ആ ഒരു ചായ അറിയാം. ആ അല്ല റഷീദ്, എന്താ ഇപ്പൊ സത്യത്തിൽ ഉണ്ടായത്? എന്തു പറയാനാണ്? നമ്മളിപ്പോ ഇതൊക്കെ കേട്ടതും കണ്ടതൊക്കെ അല്ലേ. അതിലപ്പുറപ്പം എന്താ? ശരിയാണ്, നിങ്ങൾ കേട്ടതും അറിഞ്ഞതൊക്കെ നിങ്ങൾക്ക് സത്യം തന്നെ. ഇനിയിപ്പോൾ അത് സത്യമല്ലെങ്കിലും സത്യം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുമോ? അന്വേഷിക്കൂല. നിങ്ങൾ കേട്ടത് സത്യമാകണം തന്നെയാണ് ചിലവരൊക്കെ ആഗ്രഹം. 30 കൊല്ലായി വയറിങ്ങിൻ്റെ പണിയായിട്ട് ഞാൻ ഈ നാട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കാണാത്തയും പോകാത്തയും ഒരു വീടും വീട്ടുകാരും ഈ ഏരിയയിലില്ല. ഞാനൊക്കെ എന്തേലും എടുക്കുന്നുണ്ടെങ്കിലേ മുമ്പ് എടുക്കേണ്ടായിരുന്നു. പട്ടിണി കിടന്ന് പണിക്ക് പോയ കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്തിട്ടില്ല. ആ പെരീന്ന് എന്തോ കാണാനില്ലാന്ന് കേട്ട് അവിടെ പണിക്ക് പോയത് ഞാനാണ്. അപ്പോത്തിന് നാട്ടുകാരെന്തേ ഞാനാണ് അത് എടുത്തെന്നുള്ളത് പറഞ്ഞുണ്ടാക്കി. അപ്പോത്തിന് നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ അത് വന്നു. ആയിരക്കണക്കിന് ആളുകൾ അടിയിക്കാണ് ആ വാർത്ത പോയത്. കട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാനേ എല്ലാവരും ഉണ്ടായി, പക്ഷെ വിട്ടെന്നിടാനേ ആരുണ്ടായില്ല. സമൂസ അടിയാ. ആ റഷീദേ, കിട്ടിയ പൈസ കഴിഞ്ഞാ? കേട്ടിയിലിപ്പോ മൂപ്പര് പറയുന്നത്. മൂപ്പർക്ക് സത്യം അറിയിട്ടല്ല. ഞാൻ ഇപ്പൊ ഇറങ്ങിയിട്ടേ 2-3 ദിവസമായി. ചെയ്തു വെച്ച പണി തീർത്തു കൊടുക്കാൻ ആ പെരക്കാരെന്നെ വിളിച്ചണില്ല. അവർക്കെന്താ പേടി? ആ സ്വർണം പോയി എന്ന് പറയാനേ ആ പെരക്കാര് മുന്നിലുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടിയപ്പോ ഇന്നൊന്ന് വിളിച്ചുകാണ്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരുണ്ടായില്ല. ചിലപ്പോ അത് പറഞ്ഞാലേ പോലും ഒറ്റപ്പെടുമെന്ന് പേടിച്ചിട്ടാവും. സോഷ്യൽ മീഡിയ ഉള്ളപ്പോ എല്ലാം തീരുമാനിക്കണ്ട്. ഒരാൾ ജീവിക്കണമെന്നും അവനെ കൊല്ലണമെന്നും. എന്റെ മക്കൾക്ക് ഒരു കല്യാണത്തിന്റെ കാര്യം അന്വേഷണത്തിന് ഇവിടെ വന്നാലേ ആരെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്താ പറയാ? സ്വർണം കട്ട റഷീദ് എന്നല്ലേ പറയുള്ളൂ. അത് കട്ടിട്ട് നിരപരാധിയാണ് വെറുതെ വിട്ടത് റഷീദ് എന്ന് നിങ്ങൾ പറയോ? പറയില്ല. കാര്യങ്ങൾ പറയില്ല. അങ്ങനത്തെ ഒന്നും പറയാൻ നിങ്ങൾക്കൊന്നും നാവ് പൊന്തൂല. കട്ട് എന്ന് പറയാൻ നിങ്ങളൊക്കെ നാവ് പൊന്തുള്ളൂ. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ കാലം അങ്ങനെ ഒരു കാലാണ്. ഇപ്പൊ കേട്ടില്ല നിങ്ങള്? മനസ്സ് പൊട്ടിട്ടാണ് മൂപ്പരാ പറയുന്നത്. ചെയ്ത കള്ളത്തരം മറക്കാനോ ഇങ്ങനെ സങ്കടപ്പെട്ട് വർത്തമാനം പറഞ്ഞാൽ മതിയല്ലോ. കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ നാം വിധികർത്താക്കളായി മാറുമ്പോൾ ഒരു നിരപരാധിയുടെ ആത്മാഭിമാനമാണ് ഇല്ലാതെയാകുന്നത്. സത്യം പുറത്തു വന്നാലും സംശയത്തിന്റെ നിഴൽ ഏറെ നാൾ അയാളെ പിന്തുടരും.